പ്രധാന ഗ്രഹസ്ഥിതികൾ നോക്കാം. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും ചലനവും ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും സ്വാധീനം ചെലുത്തുമെന്നും നോക്കാം. സൂര്യൻ മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മേടൻ രാശിയിലും പിന്നീട് ഇടവൻ രാശിയിലും സഞ്ചരിക്കും. ചന്ദ്രൻ ഓരോ 2.5 ദിവസത്തിലും ഓരോ രാശിയിൽ എന്ന ക്രമത്തിൽ സഞ്ചരിക്കുന്നു. മെയ് മാസത്തിൽ മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശികളിലൂടെ ചന്ദ്രൻ കടന്നുപോകും. ചൊവ്വ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കും. ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കും. മാസ അവസാനത്തോടെ ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും. വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കും. ശുക്രൻ മിഥുനൻ രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലും കേതു കന്നി രാശിയിലും സഞ്ചരിക്കും. ഈ ഗ്രഹസ്ഥിതി ആയില്യം നക്ഷത്രക്കാരുടെ വിവിധ ഭാവങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി പരിശോധിക്കാം. കുടുംബ പശ്ചാത്തലം. മെയ് മാസത്തിൽ കുടുംബപരമായ കാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനിടയുണ്ട്. സൂര്യൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയം അല്പ അസ്വസ്ഥതകൾ നിറഞ്ഞതാകും. നിങ്ങളുടെ അഭിപ്രായങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കാൻ വൈമുഖ്യം കാണിച്ചേക്കാം. എന്നാൽ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വഴി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നതിലൂടെ കുടുംബത്തിൽ കൂടുതൽ സന്തോഷവും ഐക്യവും അനുഭവപ്പെടാനിടയുണ്ട്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങുകയും സ്നേഹബന്ധം ശക്തിപ്പെടുകയും ചെയ്യും. ഈ സമയം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിക്കും. ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്നത് മൂലം സഹോദരങ്ങളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു.